ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസിൻഫെക്ഷൻ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്? നമുക്കറിയാം, മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത് എന്താണ്? മൈന്യൂട്ടായിട്ടുള്ള ഓർഗാനിസംസ്. അത് എന്ത് കോസ് ചെയ്യുന്നു? നമുക്ക് പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ്, പിന്നെ കണ്ടാമിനേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് കോസ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസത്തിനെ ഈ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ, അതുപോലെ തന്നെ ഹ്യൂമൻ ബോഡിയിലൊക്കെയുള്ള എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിലൊക്കെ പ്രസൻ്റ് ആയിരിക്കുന്ന ഈ മൈക്രോ ഓർഗാനിസത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫുള്ളായിട്ട് റിമൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടാമിനേഷൻ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ കാരണമായ മൈക്രോ ഓർഗാനിസത്തിനെ ആ സർഫസിൽ നിന്നും, അല്ലെങ്കിൽ ആ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്നും റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഫുള്ളായിട്ട് ഡിസ്ട്രോയ് ചെയ്യുക എന്നുള്ളൊരു എയിമാണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കുമ്പോൾ, സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ആൻ ആർട്ടിക്കിൾ, സർഫസ് ഓർ മീഡിയം, ഓക്കെ, അതായത് എന്തെങ്കിലും ഒരു വസ്തു, ആർട്ടിക്കിളോ അല്ലെങ്കിൽ ഒരു സ്പേസ്, ഇപ്പം നമ്മൾ മൈക്രോ ഓർഗാനിസത്തിന് കൾച്ചർ ചെയ്യുന്ന സ്പേസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളിരിക്കുന്ന ഒരു സ്പേസ്, ബെഞ്ച്, അങ്ങനെയുള്ള ആ ഒരു പ്രതലങ്ങളിലെ ആ ഒരു സർഫസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിളിനകത്തുള്ള, അല്ലെങ്കിൽ ഒരു മീഡിയം, ഇപ്പം നമുക്ക് മൈക്രോ ഓർഗാനിസത്തിനെ കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയുള്ള യൂസ് ചെയ്യുന്ന മീഡിയം, അങ്ങനെയുള്ള അതിനകത്തു നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? ഇതിൽ കണ്ടാമിനേഷൻ ഉണ്ടാവാതിരിക്കാനായിട്ട് ഇതിനെ സ്റ്റെറിലൈസ് ചെയ്യുക എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇതിൽ നിന്നല്ല, ഈ ആർട്ടിക്കിൾ അല്ലെങ്കിൽ സർഫസിൽ നിന്നും ഒക്കെ ഫുള്ളായിട്ട് മൈക്രോ ഓർഗാനിസത്തിനെ മാറ്റുക, മൈക്രോ ഓർഗാനിസത്തിൻ്റെ വെജിറ്റേറ്റീവ് അല്ലെങ്കിൽ സ്പോർ ഫോംസിനെ ഫുള്ളായിട്ട് മാറ്റുന്ന ഒരു പ്രോസസ്സാണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഡിസിൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പതോജനിക് ആയിട്ടുള്ള ഓർഗാനിസം, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കോസ് ചെയ്യാൻ പറ്റുന്ന ഓർഗാനിസം, പക്ഷേ സ്പോർസിന് ഇത് എഫക്റ്റീവ് അല്ല. ഡിസിൻഫെക്റ്റൻ്റ് ഓർഗാനിസത്തിനെയാണ് കില്ല് ചെയ്യുന്നത്, പക്ഷേ അതിൻ്റെ സ്പോർസിനെ കില്ല് ചെയ്യുന്നില്ല. എന്നാൽ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ വെജിറ്റേറ്റീവ് ആയിക്കോട്ടെ, സ്പോർ ഫോം ആയിക്കോട്ടെ, കില്ല് ചെയ്യും. ഇനി ഡിസിൻഫെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഫുൾ പതോജനെ എന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിൽ ഈ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യുന്നില്ല, പകരം അതിനകത്ത് അതിൻ്റെ ഒരു ലെവൽ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ റിമൂവ് ചെയ്ത് അതിനെ ഡിസ്ട്രോയ് ചെയ്താണ് കളയുന്നത്. എന്നാൽ ഡിസിൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് അതിനെ എന്ത് ചെയ്യുന്നുള്ളൂ? അവിടെ വന്ന് അതിൻ്റെ ലെവൽ കുറയ്ക്കുന്നു, ഫുള്ളായിട്ട് അതിനെ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യുന്നില്ല. ഇനി ആൻറ്റിസെപ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെമിക്കൽ ഡിസിൻഫെക്റ്റൻ്റ് ആണ്. അത് നമുക്ക് സേഫായിട്ട് നമ്മുടെ ലിവിങ് ടിഷ്യൂവിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മുടെ ശരീരത്തിൽ മൈക്രോ ഓർഗാനിസം ഉണ്ടാവാതിരിക്കാൻ, നമ്മുടെ സ്കിന്നിലൊന്നും മൈക്രോ ഓർഗാനിസം വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവിടെ നിന്നും റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, ഒരു കെമിക്കൽ ഡിസിൻഫെക്റ്റൻ്റ് ആണ്. അതിനാണ് നമ്മൾ ആൻറ്റിസെപ്റ്റിക്സ് എന്ന് പറയുന്നത്. പിന്നെ അസെപ്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസെപ്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഫെക്ഷൻ വരാതെ, നമ്മളൊരു ടിഷ്യൂവിലൊന്നും ഇൻഫെക്ഷൻ ഉണ്ടാവാതെ അതിനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സാണ് അസെപ്സിസ് വഴി ചെയ്യുന്നത്.